Hi dear students, once again welcome back to Regional Learning Channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വരുന്ന +1 ബിസിനസ് സ്റ്റഡീസ് എക്സാമിന് 100% ചോദിക്കാൻ സാധ്യതയുള്ള വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നതിന് പുറമേ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് മോഡലുള്ള ക്വസ്റ്റ്യൻസ് വരും. ചില എക്സാമ്പിളൊക്കെ തന്നിട്ട് ആയിരിക്കും നിങ്ങളെ ക്വസ്റ്റ്യനിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ ഇന്നതാണെന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ദെൻ മാത്രമല്ല ഒരുപാട് മെറിറ്റ്, ഡീമെറിറ്റ്, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്, കാറ്റസിക്സ് ഒക്കെ ഉള്ള ഒരുപാട് ചാപ്റ്റേഴ്സാണ് നമുക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാറാതെ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ചെറിയ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാലും നോ പ്രോബ്ലം, പക്ഷേ എല്ലാ പോയിന്റുകളും നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ മാർക്കും കൂടി നോക്കണം, എത്ര മാർക്കിനാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ ഓൾറെഡി പറയുന്നുണ്ടാവും 4 പോയിന്റ് എഴുതിയാൽ മതി അല്ലെങ്കിൽ 3 പോയിന്റ് എഴുതിയാൽ മതി എന്ന് പറയുന്നുണ്ടാവും. എന്നിരുന്നാൽ നിങ്ങൾ മാർക്കും കൂടി നോക്കണം. ഇപ്പോൾ ഒരു 6 മാർക്കിനാണ് ചിലപ്പോൾ ഒരു 12 പോയിൻ്റൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എഴുതി വെക്കേണ്ടി വരും. അതായത് ഇപ്പോൾ മെറിറ്റും ഡിമെറിറ്റ് ചെയ്താണെങ്കിൽ മെറിറ്റിൽ ഒരു 6ഉം അതേപോലെ തന്നെ ഡിമെറിറ്റിൽ 6ഉം എഴുതി വെക്കേണ്ടി വരും. അപ്പോൾ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഫീച്ചേഴ്സ് ഓർ കാറ്റസിക്സ് ഓഫ് ബിസിനസ്. ബിസിനസിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് ചോദിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഒരു 7 സവിശേഷത ഉണ്ട്, അത് നിങ്ങൾ എഴുതി വെക്കണം. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ബിസിനസിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ബിസിനസ് ലക്ഷ്യം വെക്കുന്നത് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ദെൻ മൂന്നാമത്തെ ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. 100% ഒരു ഷുവർ ക്വസ്റ്റ്യനാണ് ഇത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും 2 രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണുള്ളത്, ഇൻഡസ്ട്രിയും അതേപോലെ തന്നെ കൊമേഴ്സും. പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെ അണ്ടറിലും പല പല ടൈപ്സുകൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതൊരു എസ്സേ ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. ദെൻ നാലാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യനാണ് ഓക്സിലറീസ് ടു ട്രേഡ് ഓർ എയ്ഡ്സ് ടു ട്രേഡ്. വ്യാപാരത്തിനുള്ള സഹായങ്ങൾ ഏതൊക്കെയെന്നുള്ളത് ചോദിക്കും. പ്രധാനമായിട്ടും 5 രീതിയിലുള്ള സഹായങ്ങളാണ് ഉള്ളത്. അത് 5ഉം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യനാണ് ബിസിനസ് റിസ്ക്. ഇത് എന്തായാലും ചോദിക്കും. ഇതും ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ബിസിനസ്സിലെ അപകട സാധ്യതകൾ എന്തൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇൻ സെക്കൻഡ് യൂണിറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് സോളോ പ്രൊപ്പറേറ്റർഷിപ്പ്. അതായത് ഏകാംഗ വ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ചോദിക്കും. അതിൻ്റെ ഫീച്ചേഴ്സ് ആയിരിക്കും ഒരു പക്ഷേ ചോദിക്കുക, അല്ലെങ്കിൽ മെറിറ്റ് ചോദിക്കും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. പ്രധാനമായിട്ട് ഒരു 5 സവിശേഷത നിങ്ങളവിടെ എഴുതി വെക്കണം. അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ് ചോദിക്കും, ഗുണങ്ങൾ ചോദിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസ് ചോദിക്കും. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് പങ്കാളിത്ത പ്രമാണം എന്താണെന്നുള്ളത് ചോദിക്കും. പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതായത് പങ്കാളിത്ത പ്രമാണത്തിൻ്റെ ഉള്ളടക്കം എന്തൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു 12 പോയിന്റ്സുകളുണ്ട്, അത് നിങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് വെക്കണം. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കും, അതേപോലെ തന്നെ മെറിറ്റും ചോദിക്കും. ഓർത്തൊക്കെ ഒന്നിക്കലോ പ്രത്യേകതകളായിരിക്കും ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ആയിട്ടും ചോദിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരും. ദെൻ പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. സ്വകാര്യ കമ്പനിയും പൊതു കമ്പനിയും തമ്മിൽ വ്യത്യാസം എഴുതാൻ വേണ്ടി ചോദിക്കും. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. അപ്പോൾ 2 സൈഡിൽ നിങ്ങൾ തരം തിരിച്ചിട്ട് എഴുതണം. ഒരു സൈഡിൽ പബ്ലിക് കമ്പനിയും മറ്റേ സൈഡിൽ പ്രൈവറ്റ് കമ്പനിയായിട്ട് കോളങ്ങളായിട്ട് വേർതിരിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മുടെ ചാപ്റ്റർ നമ്പർ 3 പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഗ്ലോബൽ ഓൺടർപ്രണർഷിപ്പ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ, ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിംഗ് എന്തൊക്കെയെന്നുള്ളത് ചോദിക്കും. അതായത് വകുപ്പ് സംരംഭങ്ങൾ, അതിൻ്റെ പ്രത്യേകത മാത്രം ചോദിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഗുണങ്ങളും ദോഷങ്ങളും കൂടി സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. അതല്ല, അത് 3ഉം കൂടെ ഒരുമിച്ചിട്ട് ഒരു എസ്സേ ആയിട്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഗവൺമെൻറ് കമ്പനി. അതിൻ്റെ ഫീച്ചേഴ്സും ചോദിക്കും, മെറിറ്റും ചോദിക്കും. ഗവൺമെൻറ് കമ്പനികളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദെൻ അതേപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കാണണം. ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഗ്ലോബൽ ഓൺടർപ്രണർഷിപ്പ്. അതായത് ആഗോള സംരംഭങ്ങൾ അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനികൾ, അതിൻ്റെ പ്രത്യേകതകളാണ് ചോദിക്കുക. പ്രധാനമായിട്ട് ഫീച്ചേഴ്സ് ഒരു 6 ഫീച്ചേഴ്സ് ഉണ്ട്, അത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കും. ദെൻ മറ്റൊരു 100% ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ജോയിൻറ്റ് വെഞ്ചർ. അതായത് സംയുക്ത സംരംഭം എന്താണെന്നുള്ളത് നോട്ട് ചെയ്യാൻ വേണ്ടി ഒരു 2 മാർക്കിന് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യം വരും. അപ്പോൾ ഇതൊക്കെയാണ് 3rd ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്.
ഈ നാലാമത്തെ ചാപ്റ്ററാണ് ബിസിനസ് സർവീസസ്. ഇതിൽ നിന്ന് വളരെ പ്രധാനമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ ചോദിക്കും. അത് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണം. എന്തൊക്കെയാണ് വാണിജ്യ ബാങ്കിൻ്റെ ധർമ്മങ്ങൾ? അത് ഒരു പ്രധാനമായിട്ട് ഒരു 4 പോയിന്റുകളും അതിന് അണ്ടറിൽ വരുന്ന ഒരുപാട് സബ് പോയിന്റ്സുകളുണ്ട്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൻ്റെ തത്വങ്ങൾ എന്തൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ്, ഇൻഷുറൻസിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെ ചോദിക്കും. ഇതൊരു ഷുവർ ക്വസ്റ്റ്യനാണ്. എല്ലാ വർഷവും ഒട്ടുമിക്ക വർഷവും വിടാതെ റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു ക്വസ്റ്റ്യനാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. കൂടുതൽ ചാൻസ് ഇൻഷുറൻസിൻ്റെ തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ചോദിക്കാനാണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ടൈപ്സ് ഓഫ് വെയർ ഹൗസിങ്. വിവിധ തരത്തിലുള്ള സംഭരണശാലകളെക്കുറിച്ച് ചോദിക്കും. അതിൽ പ്രധാനമായിട്ട് ഏതൊക്കെയാണ് ടൈപ്പ് എന്ന് ചിലപ്പോൾ മാത്രം ചോദിക്കാം. ദെൻ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട മറ്റൊരു ഷുവർ ക്വസ്റ്റ്യനാണ് ബെനിഫിറ്റ് ഓഫ് ഇ ബാങ്കിങ്. ചിലപ്പോൾ എന്താണ് ഇ ബാങ്കിങ് എന്ന് ചോദിക്കും, ഇലക്ട്രോണിക് ബാങ്കിങ്, അതിൻ്റെ ബെനിഫിറ്റ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും. പ്രധാനമായിട്ടൊരു 4 ഗുണങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതുക. ഇതൊക്കെയാണ് 4th ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി 5th ചാപ്റ്റർ എമർജിംഗ് മോഡ് ഓഫ് ബിസിനസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഒരു കാര്യമായിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് ഇ ബിസിനസ് ആണ്, ഓർ ഇ ബിസിനസ് മോഡൽസ്. അതായത് ഈ ബിസിനസ്സിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ മോഡലുകളാണ്. അത് പ്രധാനമായിട്ട് നിങ്ങളൊരു 4 മോഡൽസ് അവിടെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അത് 4 എന്ത് ചെയ്യാം, കൃത്യമായിട്ട് എഴുതി വെക്കുക. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് ഇ ബിസിനസ്. പരമ്പരാഗത ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയുണ്ട്. അതൊരു 5 പോയിന്റ് ഉണ്ട്. അപ്പോൾ ഒരു കോളത്തിൽ ട്രഡീഷണൽ ബിസിനസ്സും മറ്റേ കോളത്തിൽ ഈ ബിസിനസ്സും സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഈ 2 ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇനി 6ാമത്തെ ചാപ്റ്ററാണ് താരതമ്യേന ഒരു ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ് കൈൻഡ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, വിവിധ തരം സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ. പ്രധാനമായിട്ടും 4 രീതിയിലുള്ള ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ അത് 4ഉം എഴുതാൻ വേണ്ടി ഒരു 4 മാർക്കിന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. വ്യത്യസ്ത താല്പര്യ കക്ഷികളുള്ള സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും ഒരു 5 പോയിൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ സബ് പോയിൻറ്റ്സും ഉണ്ട്. അതൊരു ഷോർട്ട് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തിരുന്ന ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് കോസസ് ഓഫ് എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ. ഇത് വളരെ ഈസി ആയിട്ട് ആർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് എന്തുകൊണ്ടാണ് പരിസ്ഥിതി മലിനമാകുന്നത്, അല്ലെങ്കിൽ മലിനീകരണത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മുടെ 7th ചാപ്റ്ററാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യനാണ് ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ. ഒരു പ്രൊമോട്ടറുടെ ധർമ്മങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഏകദേശം ഒരു 7 ഫങ്ഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതെന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കണം. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടവും അതേപോലെ തന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ തമ്മിലുള്ള വ്യത്യാസം ഷുവറായിട്ട് ചോദിക്കും. ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിനായിരിക്കും ചോദിക്കുക. ഒരു 5 ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡിൽ മെമ്മോറാണ്ടവും അതേപോലെ തന്നെ മറ്റേ സൈഡിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും എഴുതി വെച്ചിട്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ 7th യൂണിറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മുടെ 8ാമത്തെ യൂണിറ്റ് ആണ് സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ഇതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ഷെയർസ്, അതായത് മുൻഗണന ഓഹരികൾ. അതിന് പ്രധാനമായിട്ടും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് ചോദിക്കുക. ദെൻ അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ് സെയിം പാറ്റേണിൽ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് സാധാരണ ഓഹരികളെ കുറിച്ച് ചോദിക്കും. ഇക്വിറ്റി ഷെയർസ്, അതിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എഴുതാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഡിബഞ്ചേഴ്സ് എന്താണ് കടപ്പത്രങ്ങൾ എന്നുള്ളത് ചോദിക്കും. അതിൻ്റെ കടപ്പത്രത്തിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനും ഒരേ പാറ്റേണിലായിരിക്കും ചോദിക്കുന്നത്. അതിൽ ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻ വരാനാണ് ചാൻസ് കൂടുതൽ. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബഞ്ചേഴ്സ്. ഷെയറും ഡിബഞ്ചേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ ഇനി നമ്മുടെ 9ാമത്തെ യൂണിറ്റ് ആണ് സ്മോൾ ബിസിനസ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. ഇതിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് കോട്ടേജ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വരും, കുടിൽ വ്യവസായങ്ങൾ. അപ്പോൾ കുടിൽ വ്യവസായം എന്താണെന്നുള്ളത് എഴുതാനോ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് ചോദിക്കുക. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യനാണ് പ്രോബ്ലം ഓഫ് സ്മോൾ ബിസിനസ്, ചെറുകിട ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഒരു 12 പ്രശ്നങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഒരു 6 മാർക്കിനാണെങ്കിൽ ഇത് 12 നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ലിസ്റ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ട് പ്രതീക്ഷിക്കേണ്ട ഒരു ഏരിയയാണ്, അതായത് ചെറുകിട ഗ്രാമീണ വ്യവസായങ്ങളുടെ പ്രോത്സാഹനത്തിനുള്ള
സഹായ നടപടികളും പരിപാടികളും. ഇതിൽ ഏതെങ്കിലും 2 ചോദിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും 4 എടുത്തിട്ട് ചിലപ്പോൾ ലാസ്റ്റ് 8 മാർക്കിൻ്റെ ഒരു എസ്സേ ആയിട്ട് ചോദിക്കും. അപ്പോൾ അത് ഒരു 5 ഉണ്ട്, അത് നിങ്ങൾ 5 പഠിച്ചു വെക്കണം. എന്നിരുന്നാലും ഞാൻ ഈ പറയുന്ന 2 വളരെ ഇമ്പോർട്ടൻറ്റ്. ഒന്ന് നബാർഡാണ്, നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ്. ദെൻ അതേപോലെ തന്നെ മറ്റൊന്ന് എന്താണ്, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്റേഴ്സ്. ഇത് 2 നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പോൾ എന്താണ് ജില്ലാ വ്യാവസായിക കേന്ദ്രങ്ങൾ, അതേപോലെ തന്നെ എന്താണ് നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ്. അപ്പോൾ ഇത് 2 പഠിച്ചു വെക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു ഏരിയയിൽ നിന്ന് ആ 5 നിങ്ങൾ പഠിച്ചു വെക്കണം. എന്നാലും ഒരു 4 വന്ന് അതൊരു എസ്സേ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് എഴുതാൻ പറ്റും. നമ്മുടെ 10ാമത്തെ ചാപ്റ്ററാണ് ഇന്റേണൽ ട്രേഡ്. ഇതിൽ നിന്ന് വളരെ പ്രധാനമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ ചോദിക്കും. എന്താണ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അപ്പോൾ അത് പഠിച്ചു വെക്കുക. ദെൻ 2ാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ ആൻഡ് മൾട്ടിപ്പിൾ ഷോപ്പ്. മൾട്ടിപ്പിൾ ഷോപ്പും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്റ്റോറും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്. അപ്പോൾ അത് 2 സൈഡിൽ തരംതിരിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതാണ് ടൈപ്സ് ഓഫ് ഐറ്റിനറന്റ് റീറ്റെയിലേഴ്സ്, അതായത് സഞ്ചാര ചില്ലർ വ്യാപാരികളുടെ തരങ്ങൾ, എത്ര ടൈപ്സ് ഉണ്ട് അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യനാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതായത് ഉപഭോക്തൃ സഹകരണ സ്റ്റോറുകൾ, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക. അപ്പോൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോറും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മുടെ അവസാനത്തെ ചാപ്റ്ററാണ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്, ഷുവർ ക്വസ്റ്റ്യനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്. ആഭ്യന്തര അതേപോലെ തന്നെ അന്തർദേശീയ ബിസിനസ്സുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓരോന്ന് എന്ത് ചെയ്യുക, 2 സൈഡിൽ തരംതിരിച്ച് പഠിച്ചു വെക്കുക. പ്രധാനമായിട്ടും നമുക്കൊരു 7 വ്യത്യാസങ്ങളുണ്ട്. ആ 7ഉം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ദെൻ അതേപോലെ തന്നെ അതിന് കൂടെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചിലപ്പോൾ മാത്രം ചോദിക്കും, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നും ചോദിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യനാണ് എക്സ്പോർട്ട് ഡോക്യുമെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരിക്കലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കരുത്, സ്കിപ്പ് ചെയ്യരുത്. അതായത് എക്സ്പോർട്ട് ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയെന്നുള്ളതാണ് ചോദിക്കും. കയറ്റുമതി ഇടപാടിലെ രേഖകൾ എന്തൊക്കെയെന്നുള്ളതാണ്. ഒരു 14 രേഖകളുണ്ട്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കണം. അപ്പോൾ 14 രേഖകളും നിങ്ങൾ പഠിച്ചു വെക്കണം. ചിലപ്പോൾ നേരെ തിരിച്ചും ചോദിക്കാം, ഇമ്പോർട്ട് ഡോക്യുമെൻറ്റ്സും ചോദിക്കും. അതായത് ഇറക്കുമതിയിലെ ഇടപാടിലെ രേഖകളും ചോദിക്കാം. ഇറക്കുമതി ഇടപാടിലും പ്രധാനമായിട്ടും എത്രത്തോളം ഉണ്ട്, 10 രേഖകളുണ്ട്, അതും ചിലപ്പോൾ ചോദിക്കാം. പക്ഷേ എന്നിരുന്നാലും കൂടുതൽ ചാൻസ് എക്സ്പോർട്ട് ഡോക്യുമെൻറ്റ് ചോദിക്കാനാണ്. അപ്പോൾ ഇത് കൂടാതെ ഒരു ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് IMFും കൂടി എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് +1 ബിസിനസ് സ്റ്റഡീസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പരീക്ഷ എഴുതുക, നല്ല മാർക്ക് കിട്ടട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.